ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളോടുകൂടി ആയിരിക്കാൻ കർത്താവ് ഒരുക്കിയ ഈ നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം അവസാനം നമ്മൾ ചിന്തിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ അച്ചാരത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയെക്കുറിച്ചുമായിരുന്നു. ഞാൻ അവസാന ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, അടുത്തത് ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് പറയാം എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഈ വിഷയം നിങ്ങളോട് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഈ വിഷയത്തിൽ അനേക തെറ്റിദ്ധാരണകൾ രക്ഷിക്കപ്പെട്ട അനേക ദൈവമക്കളുടെ ഇടയിലും ഉണ്ട്. അതുകൊണ്ട് ആ തെറ്റിദ്ധാരണകളെല്ലാം ദൂരീകരിക്കണം എന്നുള്ള വലിയ ആഗ്രഹത്തിലാണ് ഞാൻ ഇവിടെ നിന്നും ഈ വചനം ഇവിടെ നിന്ന് സംപ്രേഷണം ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ദൈവവചനത്തിൽ പഴയ നിയമത്തിലും അഭിഷേകം എന്നൊരു കാര്യമുണ്ട്. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഞാൻ ഈ പഴയ നിയമത്തിലുള്ള അഭിഷേകം, ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ദൈവത്താൽ നിയുക്തരാകുന്നവർ അഭിഷിക്തരായിരിക്കണം. സമാഗമന കൂടാരത്തിലെ സകല വസ്തുക്കളും അഭിഷേക തൈലത്താൽ അഭിഷേകം ചെയ്യണം. അതൊരു വ്യവസ്ഥയുണ്ട്. അത് നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് 30-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ ആ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ അതെല്ലാം ഇപ്പോൾ എടുത്തുകൂടെ വായിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അതൊന്ന് വായിച്ച് നോക്കാം. പുറപ്പാട് പുസ്തകം അതിൻ്റെ 30-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിലാണ്. പ്രത്യേകിച്ചും ഞാൻ പറയട്ടെ, ഈ അഭിഷേകം തൈലം തന്നെ ഒരു പ്രത്യേക നിലയിൽ കൂട്ടാം. അതൊരിക്കലും മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാകാൻ പാടില്ല. അത് പ്രത്യേകമായിട്ടും സമാഗമന കൂടാരത്തോടും ഈ ശുശ്രൂഷയോടും ബന്ധപ്പെട്ടിട്ടുള്ളവരുടെ മേൽ മാത്രം പകരപ്പെടാനുള്ളതാണ്. അത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ പഴയ നിയമത്തിൽ 3 ശുശ്രൂഷകൾക്ക് വേണ്ടിയാണ് ഈ അഭിഷേക തൈലം ഉപയോഗിച്ചിരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതൊന്ന് പുരോഹിതനാകുവാൻ, 2 പ്രവാചകന്മാർക്ക് വേണ്ടി, 3 രാജാക്കന്മാർക്ക് വേണ്ടി. ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് ഓരോ വാക്യങ്ങൾ വായിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോകാം. നമുക്ക് ആദ്യം തന്നെ പുരോഹിതനാകാൻ വേണ്ടി പുറപ്പാട് പുസ്തകം അതിൻ്റെ 30-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം ഞാൻ വായിക്കാം. അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് നീ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കണം. നോക്കണം, ഇവിടെ മോശയോട് പറയുന്ന കാര്യമാണ്. മോശ അതുപോലെ തന്നെ ചെയ്തതായിട്ട് നമുക്കതിൻ്റെ ലേവ്യ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, ലേവ്യ പുസ്തകം അതിൻ്റെ 8-ാം അധ്യായം, ലേവ്യ പുസ്തകം അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ വായിക്കാൻ പറ്റും. അവൻ അഹരോന്റെ തലയിൽ അഭിഷേക തൈലം ഒഴിച്ച് അവനെ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ചു. കണ്ടോ, ഇത് മോശയോട് പറഞ്ഞതുപോലെ മോശ ചെയ്ത കാര്യമാണ്. അപ്പോൾ ഈ അഹരോനെ, തൻ്റെ സഹോദരനായ അഹരോനെ അഭിഷേക തൈലം ചെയ്ത് അവനെ ശുദ്ധീകരിച്ചു, അല്ലെങ്കിൽ അവനെ അതിനുവേണ്ടി വേർപെടുത്തി. അവിടെ പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി, നിങ്ങൾക്കറിയാമല്ലോ, പുരോഹിത ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ മനുഷ്യന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അല്ലെ പക്ഷപാതം ചെയ്യുന്ന ഒരവസ്ഥയാണ്. മനുഷ്യർക്ക് വേണ്ടി ദൈവത്തോട്, അതാണ് പുരോഹിത ശുശ്രൂഷ. പിന്നീട് നമ്മൾ വായിക്കുന്നത് നമ്മൾ പ്രവാചകന്മാർക്ക് വേണ്ടി 1 രാജാവ് 19-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 1 രാജാവ് അതിൻ്റെ 19-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം ഞാൻ തന്നെ വായിക്കാം. 19-16. നിംഷിയുടെ മകനായ യേഹൂവിനെ ഇസ്രയേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. ആബേൽ മെഹോലോയിൽ നിന്നുള്ള സാഫാത്തിന്റെ മകനായ ഏലീശയെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യണം. അപ്പോൾ ഇവിടെ പ്രവാചകനും അഭിഷേകം ചെയ്യണം, രാജാവായിട്ട് യേഹൂവിനെ അഭിഷേകം ചെയ്യണം. ഈ 2 കാര്യവും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി കൂടുതലായിട്ടുള്ള വാക്യങ്ങൾ വായിച്ചില്ലല്ലോ. ഇവിടെ രാജാവിനെ അഭിഷേകം ചെയ്യുന്ന കാര്യവും പ്രവാചകനെ അഭിഷേകം ചെയ്യുന്ന കാര്യവും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇനി ഞാൻ വേറൊരു ഭാഗത്തേക്ക് പോകണ്ടല്ലോ, സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം. അപ്പോൾ ഇവിടെ പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യുക, രാജാവാകാൻ അഭിഷേകം ചെയ്യുക. അപ്പോൾ പ്രവാചകന്റെ ശുശ്രൂഷ എന്തുവാ? പ്രവാചകന്റെ ശുശ്രൂഷ ദൈവത്തിൽ നിന്നും അരുളപ്പാട് പ്രാപിച്ച് ജനത്തിന് കൊടുക്കുക. അപ്പോൾ പുരോഹിതന്റെ ശുശ്രൂഷ ഓർമ്മയുണ്ടല്ലോ, ജനത്തിനു വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുക. ഇതാണ് പുരോഹിതന്റെ ശുശ്രൂഷ. പ്രവാചകന്റെ ശുശ്രൂഷ
ദൈവത്തിൽ നിന്നും അരുളപ്പാട് പ്രാപിച്ച് ജനത്തിന് കൊടുക്കുക. ഈ രണ്ട് കൂട്ടരും അഭിഷിക്തരായിരിക്കണം. മറ്റൊരു കാര്യം, രാജാവാകാൻ ദൈവത്തിന്റെ പ്രതിയായിരിക്കേണ്ടതിന് നമുക്കറിയാം. 1 ശമൂവേൽ 15-ാം അധ്യായത്തിൽ ശമൂവേൽ പോയി ഒന്നാമത്തെ രാജാവായ ശൗലിനോട് പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ ഓർമ്മയിലുണ്ടായിരിക്കാം. ഞാനത് വായിച്ച് കേൾപ്പിക്കാം. 1 ശമൂവേൽ 15:1. അനന്തരം ശമൂവേൽ ശൗലിനോട് പറഞ്ഞു എന്തെന്നാൽ, യഹോവ നിന്നെ തന്റെ ജനമായ ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാൻ എന്നെ നിയോഗിച്ചുവല്ലോ. കണ്ടോ? അപ്പോൾ യഹോവ നിന്നെ തന്റെ ജനമായ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാൻ എന്നെ നിയോഗിച്ചുവല്ലോ. അപ്പോൾ രാജാവായിരിക്കേണ്ട വ്യക്തിയും അഭിഷിക്തനായിരിക്കണം. ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് ഈ 3 കാര്യവും ശുശ്രൂഷയുള്ള ബന്ധത്തിൽ പഴയ നിയമകാലത്ത് നടന്ന അഭിഷേകത്തെക്കുറിച്ചാണ്. എന്നാൽ നമുക്കറിയാമല്ലോ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമ സഭയിലെ എല്ലാവരും ആരാണ്? എല്ലാവരും പുരോഹിതന്മാരാണ്, എല്ലാവരും പ്രവാചകന്മാരാണ്, എല്ലാവരും രാജാക്കന്മാരുമാണ്. നിങ്ങൾക്കറിയാമോ? 1 പത്രോസ് 2-ാം അധ്യായം 9-ാം വാക്യം, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും സ്വന്തം ജനവുമാകുന്നു. നോക്കണം, അവർ രാജാക്കന്മാരാണ്, അവർ പുരോഹിതന്മാരാണ്, അവർ പ്രവാചകന്മാരാണ്, അവർ ദൈവത്തിന്റെ ജനമാണ്. അപ്പോൾ പുതിയ നിയമത്തിലെ എല്ലാ വിശുദ്ധന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവര് പുരോഹിതന്മാരാണ്. അവർക്ക് പുരോഹിത ശുശ്രൂഷയുണ്ട്. അവർ മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കണം. അവർക്ക് പ്രവചന ശുശ്രൂഷയുണ്ട്. ദൈവത്തിന്റെ വചനത്തിന്റെ ശരിയായ പ്രകാശനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. വളരെ വിലപ്പെട്ട പുതിയ നിയമത്തിലെ പ്രവചന ശുശ്രൂഷ ദൈവവചനത്തിന്റെ പഠിപ്പിക്കല. ആ വിഷയത്തിലേക്ക് നമ്മൾ പിന്നീട് വിശദമായിട്ട് വരുന്നുണ്ട്. എങ്കിലും ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞു പോകട്ടെ. ദൈവമക്കളെ, പുതിയ നിയമത്തിൽ ഈ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തായിരിക്കണം? നമ്മളും അഭിഷിക്തരായിരിക്കണം. വേണ്ടേ? നമുക്കും ഈ അഭിഷേകം ഉണ്ടായിരിക്കണം. ഉണ്ടോ? ഉണ്ട്. എല്ലാ രക്ഷിക്കപ്പെട്ട ദൈവമക്കളും അഭിഷിക്തരാണെന്ന് തന്നെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. നമ്മൾ അഭിഷേകം പ്രാപിക്കാനായിട്ട് കാത്തിരിക്കേണ്ട, അഭിഷേകം പ്രാപിക്കാനായിട്ട് നമ്മൾ ഉപവസിക്കേണ്ട. നമ്മൾ എങ്ങനെ പരിശുദ്ധാത്മാ സ്നാനം ദൈവം നമുക്ക് തന്നത് നമ്മൾ കാത്തിരുന്നല്ല, രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെയാണെന്ന് നമ്മൾ വായിച്ച് പഠിച്ചല്ലോ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആത്മാവിന്റെ അച്ചാരം നമുക്ക് ലഭിച്ചപ്പോഴാണ്, രക്ഷിക്കപ്പെട്ടപ്പോഴാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആത്മാവിനെ നമുക്ക് മുദ്രയായിട്ട് നമ്മുടെ മേൽ മുദ്രയായിട്ട് ചെയ്തത് എപ്പോഴാ? രക്ഷിക്കപ്പെട്ട ആ സമയത്ത് തന്നെയാണ്. ഇതുപോലെ തന്നെ ദൈവമക്കളെ, വഞ്ചിക്കപ്പെടരുത്. കാരണം ഒരുപാട് വഞ്ചിക്കപ്പെട്ടവരെ ഈ ആത്മീയ ജീവിതയാത്രയിൽ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവരുടെ വലിയ ദുഃഖകരമായ, മറ്റുള്ളവർ പറഞ്ഞവരെ ചതിച്ച അനുഭവങ്ങൾ ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കളും, ദൈവത്തിന്റെ വചനം പറയുന്നു, അവർ അഭിഷിക്തരാണ്. അവർ അഭിഷേകം പ്രാപിക്കുവാൻ വേണ്ടി കാത്തിരിക്കട്ടെ. ഞാനതിന് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞെങ്കിൽ അത് ദൈവവചനത്തിലൂടെ ആയിരിക്കണമല്ലോ. ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാം. നമ്മൾ 2 കൊരിന്ത്യർ 1-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം ഞാൻ ആദ്യം വായിക്കാം. 21, ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. കണ്ടോ? നമ്മെ അഭിഷേകം ചെയ്തതും എന്ന് പറഞ്ഞാൽ അത് ഒരു ഭൂതകാല പ്രയോഗമാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പ്രയാസമില്ലല്ലോ. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് അഭിഷേകം ചെയ്തിരിക്കുകയാണ്. എല്ലാ ദൈവമക്കളും, രക്ഷിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളും അഭിഷേകം പ്രാപിച്ചവരാണ്. അവരിൽ ദൈവത്തിന്റെ അഭിഷേകമുണ്ട് എന്ന് തന്നെയാണ്. ഇനിയും 2 വാക്യങ്ങൾ കൂടി ഉണ്ട് ഇത് ഉറപ്പിക്കുവാനായിട്ട് നമുക്ക് തിരുവചനം തന്നിരിക്കുന്നത്. അത് 1 യോഹന്നാൻ 2-ാം അധ്യായം 20-ാം വാക്യത്തിലും 20-ാം വാക്യം ഞാൻ വായിക്കാം. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. കണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കണേ, നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. ഇത് ഏത് കാലമാണ്? ഭൂതകാലം. നമ്മൾ ദൈവത്തിന്റെ അഭിഷേകം പ്രാപിച്ചവരാ. ഇത് കാത്തിരുന്ന് പ്രാപിക്കുന്ന ഒരു വിഷയമേ അല്ല. ഇനി അതിന്റെ 27-ാം വാക്യം കേട്ടോ. അതേ അധ്യായം 1 യോഹന്നാൻ 2-ാം അധ്യായം 27-ാം വാക്യം.
അവിടെ വായിക്കുന്നത് എന്തുവാ? അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും അത് പോഷ്കല്ല സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ, നിങ്ങൾ അവനിൽ വസിപ്പീൻ. അപ്പോൾ ഇവിടെയും പറഞ്ഞിരിക്കുന്നത് എന്തുവാ? ഭൂതകാലത്തിലാ അല്ലേ? ഭൂതകാലത്തിലല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചോ? അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. നമ്മൾ പ്രാപിച്ചവരാണ്. എങ്ങനെ? അവനിൽ വസിക്കുന്നതിലൂടെ. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഇതിനു വേണ്ടി കാത്തിരിക്കാനോ അല്ലെങ്കിൽ ഉപവസിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ഒരു വ്യവസ്ഥ അഭിഷേകത്തോടുള്ള ബന്ധത്തിൽ ദൈവവചനം പഠിപ്പിക്കുന്നില്ല. രക്ഷിക്കപ്പെട്ടവരുടെ മേൽ എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ട്. പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാ സ്നാനം പ്രാപിച്ചവരാണ്. പരിശുദ്ധാത്മാവിനെ അവർ അച്ചാരമായി പ്രാപിച്ചവരാണ്. പരിശുദ്ധാത്മാവിനാൽ അവർ മുദ്രയിടപ്പെട്ടവരാണ്. പരിശുദ്ധാത്മാവിനാൽ അവർ അഭിഷിക്തരാണ്. നോക്കണേ എൻ്റെ ദൈവമക്കളെ, നിങ്ങൾ ഈ ശബ്ദങ്ങളെല്ലാം ഈ പലരോട് സംസാരിക്കുമ്പോൾ അവർക്ക് ആത്മാഭിഷേകം എന്നതാ, ആത്മസ്നാനം എന്ന, ആത്മ അച്ചാരം എന്ന, ആത്മാവിൻ്റെ മുദ്ര എന്ന, അല്ല ആത്മനിറവെന്ന, ഇതൊക്കെ അറിയത്തില്ല. ഇതിൻ്റെ എല്ലാ ഉദ്ദേശങ്ങൾ പ്രത്യേകമാണ്. എന്നാൽ ഇതെല്ലാം നടന്നിരിക്കുന്നത് എപ്പോഴറിയോ? ആത്മനിറവെന്നുള്ളൊരു കാര്യം മാത്രമേ തുടർമാനമായിട്ടുള്ളൂ. ബാക്കിയെല്ലാം രക്ഷിക്കപ്പെട്ട അതേ സമയത്ത് നടന്ന കാര്യങ്ങളാണ്. വളരെ ശ്രദ്ധിച്ചോണം. ഞാൻ അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ നാളത്തെ ക്ലാസ്സിൽ ആത്മനിറവ് എന്നുള്ള ഒരു ക്ലാസ്സാണ് തരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ. നമ്മൾ വീണ്ടും ജനിച്ച നമ്മളെല്ലാവരും കർത്താവിൽ അഭിഷിക്തരാണ്. അല്ലെ? ചിലരൊക്കെ സ്റ്റേജിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അഭിഷിക്തദാസൻ ഇതൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ ഉണ്ടല്ലോ മനുഷ്യനെ വേറും കളിപ്പിക്കുന്ന ചില പ്രയോഗങ്ങളാണ്. അതൊക്കെ ഒരു കോഷ്കിന്റെ ആത്മാവാണ്. ചിലർ ചോദിക്കാറുണ്ട്, നിങ്ങൾ അഭിഷേകം പ്രാപിച്ചോന്നു. അവർക്ക് ഒരു ശകലം പോലും അവർക്ക് ജ്ഞാനമുള്ളവരോ ദൈവവുമായിട്ട് ബന്ധമുള്ളവരായിട്ട് തോന്നുന്നില്ല. അത് കലക്കത്തിന്റെ ആത്മാവാണ്. അത് ഏതൻ തോട്ടത്തിൽ വന്നില്ലേ ഒരു ചോദ്യമായിട്ട് ഒരുത്തൻ? അവന്റെ സഹോദരി സഹോദരന്മാരാ. അവരെ സൂക്ഷിച്ചൊഴിയണം, ഇല്ലെങ്കിൽ വഞ്ചിക്കപ്പെടും. പ്രത്യേകിച്ച് കേരളക്കരയിലുള്ള ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ഈ വിഷയത്തിൽ എത്രയോ ജനങ്ങൾ വളരെ ഭയങ്കരമായി തെറ്റിദ്ധരിക്കപ്പെടുകയും തെറ്റിപ്പോവുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഈ ക്ലാസ് ഒന്ന് വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. നിങ്ങൾ മുൻവിധിയോട് കേൾക്കരുതേ. തിരുവചനം എന്ത് പറയുന്നത് അതുപോലെ ഒന്ന് മനസ്സിലാക്കണേ. കാരണം അനേക വഞ്ചിക്കപ്പെട്ട സഹോദരന്മാരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവരുമായിട്ടുള്ള സംഭാഷണത്തിൽ അവർക്ക് വന്നുപോയ അനേക അബദ്ധങ്ങൾ സമ്മതിക്കാൻ തയ്യാറായിട്ടുണ്ട്. എന്നാൽ പലരും വ്യക്തമായ വാദപ്രതിവാദത്തിലേക്ക് തിരിയാറുണ്ട്. എന്തിനാ ദൈവമക്കളെ? ഇവിടെ നമ്മൾ വായിച്ച 3 വാക്യത്തിലും 2 കൊരിന്ത്യർ 1:21, 1 യോഹന്നാൻ 2:20, അതിൻ്റെ 27 നമ്മൾ വായിച്ചത് ഭൂതകാല അനുഭവമായിട്ടാണ്. എന്ന് വെച്ചാൽ നാം രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ നടക്കുന്ന അനുഭവമാണ്. ഇത് മറ്റൊരു സമയത്ത് നടക്കുന്ന അനുഭവമല്ല. ഇനി ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഗൗരവതരമായ ഒരു കാര്യം ഞാൻ പറയാം. നമ്മളാരെങ്കിലും അഭിഷിക്തനായ ദാസനെന്നോ കാര്യമൊക്കെ പറയാനായിട്ട് നമുക്ക് ഒരു ഹക്കുമില്ല കേട്ടോ. നമുക്ക് ഒരു യോഗ്യതയില്ല. കാരണം ദൈവത്തിൻ്റെ വചനം കൃത്യമായിട്ട് പറയുന്നു, അഭിഷേകം ശരീരത്തിനല്ല തലയ്ക്കാ. ശരീരത്തിന്മേൽ അഭിഷേകം പകരാൻ പാടില്ല. നമ്മൾ അതിൻ്റെ ആ നിയമം, അതിൻ്റെ ആ വ്യവസ്ഥ നമ്മൾ അതിൻ്റെ ശരിയായ നിലയിൽ പഠിക്കണം. ഞാൻ അതിന് ചില കാര്യങ്ങൾ നിങ്ങൾ ഓർപ്പിക്കാം. നമ്മൾ അതേ പുറപ്പാട് പുസ്തകം അത് നമ്മൾ വായിച്ച് പഠിക്കണമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എന്താണ് പറയുന്നതെന്ന് പറയാം. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യം ഞാൻ വായിക്കാം. 30-32. അത് മനുഷ്യന്റെ ദേഹത്തിന്മേൽ ഒഴിക്കരുത്. നോക്കണം, അത് മനുഷ്യന്റെ ദേഹത്തിന്മേൽ ഒഴിക്കരുത്. കാര്യം മനസ്സിലായോ? മനുഷ്യന്റെ ദേഹത്തിന്മേൽ ഒഴിക്കാൻ പാടില്ല അഭിഷേകം. പിന്നെ എവിടെ ഒഴിക്കണ്ടേ? തലയിൽ മാത്രം. തലയിൽ മാത്രം. നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ അതിനെക്കുറിച്ചുകൂടെ ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ. അതേ പുറപ്പാട് പുസ്തകം 29-ന്റെ 7-ാം വാക്യം ഞാൻ നിങ്ങളോട് വായിക്കാം. 29-ന്റെ 7.
പിന്നെ അഭിഷേക തൈലം എടുത്ത് തലയിൽ ഒഴിച്ച് അവനെ അഭിഷേകം ചെയ്യണം. എവിടെ ഒഴിക്കണം? തലയിൽ ഒഴിക്കണം. നോക്കണേ, ശരീരത്തിൽ ഒഴിക്കരുത്, ശരീരത്തിൽ ഒഴിക്കരുത്, തലയിൽ ഒഴിക്കണം. തലയിൽ മാത്രമേ ഒഴിക്കാനായിട്ട് വ്യവസ്ഥയുള്ളൂ, ശരീരത്തിൽ ഒഴിക്കരുത്. ഇത് പ്രത്യേക ഗൗരവമായിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ലേവ്യ പുസ്തകം അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യോടെ ഞാൻ വായിക്കാം. ലേവ്യർ 8:12. അവൻ അഹരോന്റെ തലയിൽ അഭിഷേക തൈലം ഒഴിച്ചു, അവനെ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ചു. അഹരോന്റെ തലയിൽ അഭിഷേക തൈലം ഒഴിച്ചു. നോക്കണേ, അവന്റെ തലയിൽ അഭിഷേക തൈലം ഒഴിച്ചു. അപ്പോൾ ദൈവസഭയുടെ തല ആരാ? ഏതെങ്കിലും വ്യക്തിയാണോ? કોઈ പ്രസിഡന്റോ ജനറൽ സെക്രട്ടറിയോ അങ്ങനെ വല്ലോ ഖജാൻജിയോ വല്ലോ ആണോ? അല്ല ദൈവമക്കളെ, ദൈവമക്കളിൽ ആരും തലയല്ല കേട്ടോ. നമ്മൾ ആരും തലയാകാൻ ശ്രമിക്കരുതേ. അത് ഒരു വലിയ കൊടും വഞ്ചനയാണ്. ഈ വഞ്ചനയിൽ ഇന്ന് അനേകർ കുടുങ്ങി കിടക്കുക. അനേകരും അവരെ തന്നെ സഭയുടെ തലയായിട്ട് അവരങ്ങോട്ട് തന്നെത്താൻ ഉയർത്തുകയാണ്. അതൊരിക്കലും ദൈവത്തിന് പോലും സഹിക്കാൻ പറ്റിയല്ലോ കേട്ടോ. സഭയ്ക്ക് ഒരു കാര്യം ഓർക്കണം, സഭയ്ക്ക് ഒരേ ഒരു തലയേ ഉള്ളൂ. സഭയ്ക്ക് ഒരേ ഒരു തലയേ ഉള്ളൂ. ആ തല ക്രിസ്തുവാ. നമുക്കറിയാം. ഞാൻ നിങ്ങളോട് അത് വളരെ ഗൗരവമായ വിഷയമാണ്. നമ്മൾ ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായേക്കാം. എന്നാൽ കൊളോസ്യ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യം, അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയും ആകുന്നു. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയും ആകുന്നു. അവൻ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു. നിങ്ങൾക്കറിയാം. അപ്പോൾ സഭയുടെ തല കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു എന്ന ഏക തലയല്ലാതെ മറ്റൊരു തലയില്ല. നമുക്ക് ഒരുപാട് വാക്യമുണ്ട്. എഫേസ്യർ 4:15 വായിക്കുന്നു, നമ്മൾ ക്രിസ്തു എന്ന തലയോളം വളരണം. അപ്പൊ ക്രിസ്തുവാണ് സഭയുടെ തല. അതിന്റെ 1:22 കൊളോസ്യർ 2:19 ഞാൻ എല്ലാ വാക്യം കൂടെ ഇപ്പോൾ വായിച്ച് കേൾപ്പിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക പ്രിയമുള്ളവരെ, ദൈവസഭയ്ക്ക് ഒരു ശരീരം, ഒരു തല. അത് ഞാൻ ഇതിന് മുൻപ് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയുണ്ടായി. നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളാരും തലയാകാൻ ശ്രമിക്കല്ലേ. എല്ലാ ദൈവമക്കളും അഭിഷിക്തരാണ്. അതിലൊരു വ്യക്തിയെ മാത്രം എടുത്തിട്ട് അവൻ അഭിഷിക്തനാന്ന് പറയണമെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം അഭിഷിക്തരല്ലേ? ദൈവസഭയിൽ അഭിഷേകമുള്ളവരും അഭിഷേകം ഇല്ലാത്തവരും എന്നുള്ള 2 ഗ്രൂപ്പ് ഇല്ല. ഒരിക്കൽ കൂടി ഞാൻ അത് തറപ്പിച്ച് പറയട്ടെ. ദൈവസഭയിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ അവിടെ അഭിഷേകമുള്ളവരെന്നും അഭിഷേകം ഇല്ലാത്തവരെന്നുള്ള 2 ഗ്രൂപ്പ് ഇല്ല. രക്ഷിക്കപ്പെട്ട എല്ലാവരും ദൈവമക്കള്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ പുരോഹിതന്മാരാണെന്ന് അംഗീകരിക്കുന്നുണ്ടല്ലോ, അല്ലേ? അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, നമുക്ക് ആ പൗരോഹിത്യ ശുശ്രൂഷയുടെ മേലെ എന്ത് വേണം? അഭിഷേകം വേണം. ആ അഭിഷേകം എങ്ങനെയാ? അത് നമ്മൾ ക്രിസ്തുവിൽ വസിക്കുന്നതിലൂടെയാണ്. കർത്താവിൽ വസിക്കുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന അനുഭവമാണ്. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഞാൻ അതിനെ ഒന്നുകൂടെ ലളിതമായിട്ട്, അല്ലെങ്കിൽ ആ കാര്യം ഒന്ന് മനസ്സിലാക്കുവാനായിട്ട്, അഭിഷേകം ആർക്കാണ് എന്നുള്ളത് ഒന്നുകൂടെ വിശദീകരിക്കാം. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 4-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം ഞാൻ വായിക്കാം. നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധദാസന് വിരോധമായി. നോക്കണേ, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധദാസൻ. അപ്പം പിതാവ് ആരെയാണ് അഭിഷേകം ചെയ്തത്? കർത്താവായ യേശു ക്രിസ്തുവിനെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേലായി അഭിഷേകം. അത് ഒരു വാക്കോടെ ഞാൻ വായിക്കാം. അതേ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം അതിന്റെ 38-ാം വാക്യം. ഈ വാക്യങ്ങളൊക്കെ വായിച്ച് കേൾപ്പിക്കുന്നത് നിങ്ങളതിന്റെ ഒരു സംശയം മാറാൻ വേണ്ടിയാണ്. നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ ഇവിടെ എന്താണ് വായിക്കുന്നത്? നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. നോക്കണം, ആരെയാ അഭിഷേകം ചെയ്തേ?
ഏതെങ്കിലും മറ്റുള്ള ഒരു സഭയില് ഏതെങ്കിലും രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ അഭിഷേകം ചെയ്തെന്നാണോ? അല്ല പ്രിയമുള്ളവരെ, തലയെ അഭിഷേകം ചെയ്തെന്നാണ്. ഇനി അതിന്റെ അനുഭവം വ്യക്തമായിട്ടും നമുക്ക് അനുഭവിക്കണമെങ്കിൽ നമ്മൾ ശരീരത്തിൽ വസിക്കണം. അപ്പോൾ കർത്താവ് തന്റെ സഭയെ പണിയുന്നത്, കർത്താവിന്റെ സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. അപ്പൊ ഈ ശരീരത്തിന്റെ തലയാണ് ക്രിസ്തു. അതിനെ ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് ഞാനൊരു ലളിതമായി, പഴയ നിയമത്തിലെ അനേക കാര്യങ്ങളും നമുക്ക് ലളിതമായി മനസ്സിലാക്കാൻ തക്കവണ്ണമുള്ള ദൈവത്തിന്റെ പദ്ധതിയാണല്ലോ. നമ്മൾ 133 സങ്കീർത്തനം അതിന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ അത് വസ്ത്രത്തിന്റെ വിളുമ്പിലേക്ക് നീണ്ടു കിടക്കുന്ന താടിയിലേക്കും അഹരോന്റെ താടിയിലേക്കും തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ അഭിഷേക തൈലം പോലെയും. കണ്ടോ, എത്ര വ്യക്തമാണ് ഇവിടെ. തലയിൽ ഒഴിക്കുന്ന അഭിഷേകം, അഹരോന്റെ തലയിൽ ഒഴിക്കുന്ന അഭിഷേകം എന്ത് ചെയ്തു? ഈ തലയിലൂടെ താടിയിലൂടെ വസ്ത്രത്തിലൂടെ പാദം വരെ ഒഴുകുകയാണ്. മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തലയിൽ ചെയ്തിരിക്കുന്ന അഭിഷേകം ശരീരമാകുന്ന സഭയിലേക്ക്, ശരീരത്തിന്റെ അംഗങ്ങളിലേക്ക് എല്ലാം പകരപ്പെട്ട് അത് പാദം വരെ ഒഴുകുകയാണ്. പറഞ്ഞതിന് സാരം, എല്ലാ രക്ഷിക്കപ്പെട്ട ദൈവമക്കളും, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തോട് ചേർക്കപ്പെട്ട എല്ലാ ദൈവമക്കളും ഈ അഭിഷേകത്തിന്റെ ഉള്ളിലാണ്. അവർ അഭിഷിക്തരാണ്. എത്ര മനോഹര ചിത്രമാണ്. പഴയ നിയമത്തിൽ അനേക കാര്യങ്ങളും പുതിയ നിയമത്തിൽ അനേക കാര്യങ്ങളും നമുക്ക് വിശാലമായിട്ട് മനസ്സിലാക്കുവാൻ, ആഴമായി മനസ്സിലാക്കുവാൻ ഉപകരിക്കുന്നതാണ്. കാരണം ഇപ്പോൾ സമാഗമന കൂടാരം എന്ന് പറഞ്ഞാൽ അത് അവിടെ 3 സ്ഥാനങ്ങളാണ് അല്ലേ? നിങ്ങൾക്കറിയാം. അതിപരിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം, പ്രാകാരം. എന്നാൽ ഈ പ്രാകാരത്തിൽ ദൈവം വസിക്കുന്നുണ്ടോ? ഇല്ല. വിശുദ്ധ സ്ഥലത്ത് ദൈവം വസിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ എവിടെ ദൈവം വസിക്കുന്നത്? അതിപരിശുദ്ധ സ്ഥലത്ത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ദൈവം വസിക്കുന്നുണ്ടോ? ഒരു രീതിയിൽ പറഞ്ഞാൽ നമ്മൾ പറയും പിന്നെ ദൈവത്തിന്റെ ആലയമായ നിങ്ങളുടെ ശരീരം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവിടെ ശരീരത്തിലല്ല ദൈവം വസിക്കുന്നത്. പിന്നെ എവിടെയാ? നമ്മുടെ ദേഹിയിലുമല്ല. പിന്നെ എവിടെയാ? ആത്മാവിലാ. 2 തിമോത്തി 4:22, റോമർ 8:16. നമ്മൾ ഈ കാര്യം മനസ്സിലാക്കണം. ആത്മാവ് നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു. ആത്മാവിലാണ് ദൈവത്തിന്റെ നിവാസം. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിലേക്കാണ് പകരപ്പെട്ടിരിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണേ, നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ ഇതേപോലെയുള്ള കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ക്രിസ്തുവിനോട് ചേർക്കപ്പെട്ടവരാണെങ്കിൽ, രക്ഷിക്കപ്പെട്ട് ദൈവസഭയോട് ചേർക്കപ്പെട്ടവരാണെങ്കിൽ, അവരെല്ലാവരും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമായി. അവരിലേക്കെല്ലാം ദൈവത്തിൽ നിന്നും വരുന്ന ഈ അഭിഷേകത്തിന്റെ ആ ഒരു വലിയ അനുഭവം അവർക്കുണ്ടാവും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് എപ്പോഴും, നിങ്ങൾ എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും. നമ്മൾ കർത്താവിൽ തന്നെ വസിക്കണം. അവിടുത്തെ ശരീരത്തിൽ നമ്മൾ വസിക്കണം. അവിടുത്തെ ശരീരത്തിന്റെ ഒരു അവയവമായി തന്നെ നമ്മൾ നിലനിൽക്കണം. അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മളെ പരിശുദ്ധാത്മ സ്നാനം നൽകി ശരീരത്തോട് ചേർത്തത്. അങ്ങനെ ചേർക്കപ്പെട്ട എല്ലാവരുടെ പേരും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒഴുകുന്നുണ്ട്. മനസ്സിലായോ ദൈവമക്കളെ? വഞ്ചിക്കപ്പെടരുതേ. കാരണം ഞാൻ പലയിടങ്ങളിലും പലരും അഭിഷേകത്തിന് വേണ്ടി ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കണ്ടിട്ടുണ്ട്. അവരോട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞ് വെളിപ്പെടുത്തി. അപ്പോഴാണ് പലർക്കും ഈ കാര്യത്തെക്കുറിച്ച് ഉൾക്കാഴ്ച ഉണ്ടായത്. നമ്മൾ മനസ്സിലാക്കണം ദൈവമക്കളെ. അപ്പോൾ നമ്മൾ യഥാർത്ഥമായും ഇന്ന് അനേർക്കും വീണ്ടും ജന്മ അനുഭവം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആത്മാവിനുള്ള ഈ ശിക്ഷണങ്ങളൊന്നും അവർക്കത് കൈക്കൊള്ളാൻ പോലും കഴിയുന്നില്ല, അവർ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. കാരണം ഈ ആത്മാവില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഗ്രഹിക്കാൻ കഴിയും? കാരണം ആത്മാവിന് മാത്രമേ ആത്മീയ കാര്യങ്ങളെ വെളിപ്പെടുത്തി തരാൻ കഴിയുമെന്ന് 1 കൊരിന്ത്യർ 2:13 എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രാപിച്ചത് ദൈവത്തിന്റെ ആത്മാവിനെ ആണെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവിൽ വീണ്ടും ജനിച്ചവരാണെങ്കിൽ, നമ്മൾ ഈ ആത്മസ്നാനം ഏറ്റവരാണെങ്കിൽ നമ്മൾ ആ ശരീരത്തിന്റെ ഒരു അവയവമായി മാറിക്കഴിഞ്ഞു. അങ്ങനെയുള്ളവർക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ശൈശവാവസ്ഥയിൽ ഇത് മനസ്സിലാക്കാൻ ചിലപ്പോൾ നമുക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടായേക്കാം. എങ്കിലും ദൈവത്തിന്റെ ആത്മാവിൽ നമ്മൾ വളർച്ച പ്രാപിക്കുമ്പോൾ ഇതൊക്കെ വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം അത്ര ലളിതമല്ല കേട്ടോ. എൻ്റെ പ്രിയ മലയാളി സഹോദരി സഹോദരന്മാരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ സത്യം ഒന്നും ഗ്രഹിച്ചിട്ട് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഈ സത്യം പങ്കുവയ്ക്കണം. വഞ്ചിക്കപ്പെട്ടൊരു വലിയ കൂട്ടം നിങ്ങൾക്ക് ചുറ്റുപാടും ഉണ്ട്.
നിങ്ങൾക്ക് ഏൽപ്പിക്കുന്ന ഈ ദൗത്യം നിങ്ങളത് മറക്കരുതേ. നിങ്ങൾ വളരെ ഉത്തരവാദിത്തോടു കൂടി ചെയ്യണേ. കാരണം അഭിഷേകത്തിന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ചില കൂട്ടായ്മകൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നടത്താറുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഒരു വ്യവസ്ഥ വേദപുസ്തകത്തിൽ അഭിഷേകം പ്രാപിക്കാനായിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേദപുസ്തകത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല. പറയാത്തൊരു കാര്യം ദൈവം നമുക്ക് തന്നു കഴിഞ്ഞില്ലേ പ്രിയമുള്ളവരെ, എന്നിട്ട് എനിക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്ര മോശമായ കാര്യമാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടില്ലെന്നുള്ള. രക്ഷിക്കപ്പെട്ടൊരു ദൈവത്തിലാണെങ്കിൽ അവർക്ക് ഈ അനുഭവം തീർച്ചയായിട്ടും ഉണ്ടാവും. അവർ ഈ അഭിഷേകത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ആരെയും നമ്മൾ പ്രത്യേകം രക്ഷിക്കപ്പെട്ടൊരു ദൈവത്തിനെ എൻ്റെ അഭിഷിക്തദാസൻ, എൻ്റെ അഭിഷിക്തദാസി എന്നുള്ള പ്രയോഗം തികച്ചും വളരെ തെറ്റായൊരു കാര്യമാണ്. അഭിഷേകം കർത്താവിന് മാത്രമുള്ളതാണ്. അത് തനിക്ക് മാത്രമുള്ളതാണ്. നമ്മളെല്ലാവരും അവനിൽ അഭിഷിക്തരാണ്. ആ ശരീരത്തിൽ വസിക്കുമ്പോൾ അതിലെല്ലാവർക്കും തുല്യ പദവിയാണ്. അതുകൊണ്ട് ആരും വഞ്ചിക്കപ്പെടരുതേ. ഇങ്ങനെയുള്ള കാര്യങ്ങളെ വചനത്തെ മാട്ടി കോട്ടി കളഞ്ഞ് എന്തെങ്കിലും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ചെയ്താൽ അവർ ചെയ്യുന്നത് എത്ര കൊടും വഞ്ചനയായിരിക്കും. ദൈവം അവരോട് എങ്ങനെയായിരിക്കും ഇടപെടുന്നത്? അതുകൊണ്ട് ആരും അങ്ങനെയുള്ള തെറ്റായ ഉപദേശങ്ങളിലേക്ക് പോകരുത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ രക്ഷിക്കപ്പെട്ടു പോയെന്ന് നിങ്ങളെ തന്നെ ഒന്ന് ശരിക്കൊന്ന് മനസ്സിലാക്കുക. രക്ഷിക്കപ്പെട്ടെങ്കിൽ ഈ സത്യങ്ങൾ നിങ്ങൾക്ക് ഗ്രഹിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും, നിശ്ചയമായിട്ടും. അതുകൊണ്ട് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ശരിയായ നിലയിൽ ആത്മാവിൻ്റെ ആ ശരിക്കുള്ള ഉപദേശത്തിൽ, സത്യവചനത്തിൽ, ആ പത്യവചനത്തിൽ നിലനിന്ന് നമ്മുടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ദൈവമായ കർത്താവ് ഇന്ന് വചനം കേട്ട എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ. കർത്താവിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ.